ഇന്നത്തെ ഒരു ജനറേഷൻ നമ്മുടെ ആക്റ്റീവ് വീഡിയോ ഗെയിംസും അല്ലെ എക്സർ ഗെയിമിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് നമുക്കറിയാമല്ലോ. അതായത് നമ്മൾ ഈവൻസ് ഗ്രാമപ്രദേശങ്ങളിലുള്ള മോളുകളിൽ പോലും ഇത്തരത്തിലുള്ള എക്സർ ഗെയിമിങ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള വീഡിയോ ഗെയിംസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന മോളുകളൊക്കെ വരാറുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടത്. അതേപോലെ തന്നെ വിർച്വൽ റിയാലിറ്റിയും ഈ എക്സർ ഗെയിമിങ്ങും ഒക്കെ ഉപയോഗിച്ച് ആൾക്കാർ കുറേയേറെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ഈവൻ പേരൻസിൻ്റെ വലിയൊരു കംപ്ലൈൻറ്റാണ്. അത്തരക്കാരുടെ കംപ്ലൈൻറ്റ് മാറ്റുന്ന അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം തരുന്ന ഒരു സ്റ്റഡി റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തു. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ ജിമ്മിൽ പോകാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അവരെ ഇതിനോടൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിൽ ഈ വിർച്വൽ റിയാലിറ്റിയും ഈ ആക്റ്റീവ് ഗെയിമിങ്ങും അല്ലെങ്കിൽ ഈ എക്സർ ഗെയിമിങ്ങും ഒക്കെ ഉള്ള ഇത്തരത്തിലുള്ള പാക്കേജസ് സഹായിക്കുമെന്ന് കാണിക്കുന്ന ഒരു സ്റ്റഡിയാണ് പബ്ലിഷ് ചെയ്തത്. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് വളരെ പ്രശസ്തമായിട്ടുള്ള ഇൻ്റർനാഷണൽ ജേർണൽ ഓഫ് സ്പോർട്സ് ആൻഡ് എക്സസൈസ് സൈക്കോളജി എന്ന് പറയുന്ന ജേർണലാണ് പബ്ലിഷ് ചെയ്തത്. ഈ റിസർച്ചേഴ്സൊക്കെ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ എന്നുള്ളവരും പിന്നെ ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റി അയർലൻഡിലെ അവിടെ നിന്നുള്ള റിസർച്ചേഴ്സും പിന്നെ ലൂസിയാന സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അവിടെ നിന്നൊക്കെയുള്ള റിസർച്ചേഴ്സ് ചേർന്നിട്ടാണ് ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത്. ഈ ഗവേഷണത്തിൻ്റെ റിസൾട്ട്സ് കാണിക്കുന്നു ഇത്തരത്തിൽ അധികം ആക്റ്റീവായിട്ടിരിക്കാത്ത ആൾക്കാരെ ഒന്ന് സജീവമാക്കാൻ ഇത്തരത്തിലുള്ള എക്സർ ഗെയിം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്റ്റീവ് വീഡിയോ ഗെയിംസൊക്കെ സഹായിക്കുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ്റെ ഇടയിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഡാൻസ് റെവല്യൂഷൻ അല്ലെങ്കിൽ സ്പോർട്സ് ആക്റ്റീവ്, ബീറ്റ് സേവർ തുടങ്ങിയ പല എക്സർ ഗെയിമുകളും ഇന്നത്തെ ജനറേഷനിൽ ആക്റ്റീവാണ്. അതോടൊപ്പം തന്നെ എക്സ്ബോക്സ് അല്ലെങ്കിൽ നൈൻറ്റൻഡോ തുടങ്ങിയ പല ആക്റ്റീവ് ഗെയിമിംഗ് കൺസോളുകളും ഇന്നത്തെ യങ് ജനറേഷനിലുണ്ട്. ഇത്തരത്തിലുള്ള ഗെയിമിംഗ് ഓപ്ഷൻസൊക്കെ വ്യക്തമായി ഇത്തരത്തിലുള്ള ആൾക്കാരെ ഒന്നുകൂടെ സജീവമായി അവരുടെ ബോഡി എക്സസൈസൊക്കെ ഒന്ന് സഹായിക്കാൻ തടകുന്ന തരത്തിൽ ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഒരു എക്സസൈസിൽ ഏർപ്പെടുന്ന സമയത്ത് അവർക്ക് കൂടുതലൊരു ഓണർഷിപ്പ് ഫീലിങ്ങും, അതായത് നമുക്ക് വേണ്ടി സ്വയം ചെയ്യുന്ന ഒരു എക്സസൈസ് പോലെ അവർക്കൊരു ഫീൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്, ട്രഡീഷണൽ എക്സസൈസിനെ അപേക്ഷിച്ച് എന്നാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ തന്നെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ഉയർത്തുക അല്ലെങ്കിൽ ഓട്ടം തുടങ്ങിയ പരമ്പരാഗതമായിട്ടുള്ള വ്യായാമങ്ങളെ അപേക്ഷിച്ച് ഇത് കൂടുതലായിട്ട് ആൾക്കാരെ ആകർഷിക്കുന്നുണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ആ ഒരു വിരസത തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി ആൾക്കാർ വളരെ എൻഗേജ് ചെയ്ത് വളരെ ഓണർഷിപ്പ് ഫീലിങ്ങോടുകൂടി കുറേ കൂടെ സെൻസ് ഓഫ് ഓണർഷിപ്പ് ഇത്തരത്തിലുള്ള ഗെയിമുകളിൽ ആൾപ്പെടുന്ന സമയത്ത് വ്യായാമത്തിനോടൊപ്പം തന്നെ അവരെ ആക്റ്റീവായിട്ട് സന്തോഷത്തോടെ കൂടുതൽ നേരം ചെയ്യുന്നുണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവരിത് മനസ്സിലാക്കാനായിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 ആഴ്ചയോളം ആഴ്ചയിൽ 3 തവണ വീതം ഇതിൽ സെലക്ട് ചെയ്ത പാർട്ടിസിപ്പൻസിന് വ്യായാമം ചെയ്യാൻ, അതായത് പരമ്പരാഗതമായ വ്യായാമം ചെയ്യാനും എയറോബിക്സ് പോലുള്ള വ്യായാമം ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള ആക്റ്റീവ് വീഡിയോ ഗെയിമിൽ പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് അവർ ജസ്റ്റ് ഡാൻസ് അല്ലെങ്കിൽ കിനെക്ട് സ്പോർട്സ്, സുംബ ഫിറ്റ്നസ്, വേൾഡ് പാർട്ടി തുടങ്ങിയ അത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ഗെയിമുകളിൽ നിന്ന് എക്സർ ഗെയിമുകളിൽ ഇവർക്ക് ഈ കാലയളവിൽ അവർ ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുകയും ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ദിവസങ്ങളിൽ അതിനുശേഷം അവരുടെ ഒരു ബോഡിയുടെ ഒരു പെർഫോമൻസ് നോക്കിയാണ് ആക്സിലറോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഹൃദയമിടിപ്പ് മോണിറ്റർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, പിന്നെ എത്രത്തോളം ആൾക്കാർ അധ്വാനം ചെയ്യുന്നുണ്ട് എന്ന് അളക്കുന്ന പലതരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിൽ നിന്ന് അവർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനവും എത്രത്തോളം ഇൻവോൾവ് ചെയ്താണ് ഇവരിത് ചെയ്യുന്നതെന്നുള്ള അവരുടെ വർക്കൗട്ടിനോടുള്ള ആസ്വാദനവും മറ്റും അവർ വിലയിരുത്തുകയാണ് ചെയ്തത് ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട്. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കൺവെൻഷണലായിട്ടുള്ള ട്രഡീഷണൽ എക്സസൈസിനെ അപേക്ഷിച്ച് ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് ഇൻവോൾവ് ചെയ്ത് കൂടുതൽ നേരം ഇത്തരത്തിലൂടെ ശരീരത്തിലെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെന്നുള്ളതാണ് റിസർച്ചേഴ്സ് മനസ്സിലാക്കിയ ഒരു കാര്യം. ഇത്തരത്തിലുള്ള എക്സർ ഗെയിമിങ്ങിനും അല്ലെങ്കിൽ ആക്റ്റീവ് വീഡിയോ ഗെയിം ടെക്നോളജീസിനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന ഒരു മാറ്റത്തെ പറ്റിയാണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് വ്യായാമത്തെ കൺസിഡർ ചെയ്യാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒട്ടും വ്യായാമത്തിൽ ഏർപ്പെടാതിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ടെക്നോളജീസിനൊക്കെ ഒരു സാധ്യതയുണ്ടെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ ഒരു ജോലി സാധ്യത, നമ്മുടെ ഒരു ജോലിയുടെയൊക്കെ ഒരു നേച്ചർ അനുസരിച്ച് ഇരുന്ന് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ നേരം വീഡിയോ ഗെയിമിന് മുന്നിൽ സ്പെൻഡ് ചെയ്യുന്ന യങ് ജനറേഷനൊക്കെ ഉള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോ ഗെയിമിൽ ഗുണകരമായിട്ടുള്ള
ഒരു അഡ്വാൻറ്റേജസിനെ പറ്റിയാണ് ഈ റിസർച്ചേഴ്സ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളെ ഒന്ന് വർദ്ധിപ്പിക്കാൻ, പ്രത്യേകിച്ച് പേരൻസിനുള്ള കംപ്ലയിൻറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള എക്സർഗെയിമുകൾ സഹായിക്കുമെന്നാണ് പറയുന്നത്. മാത്രമല്ല റിസർച്ചേഴ്സ് പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി വീഡിയോ ഗെയിമുകൾ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഗെയിമുകൾ അവരുടെ ഒരു ശാരീരിക പ്രവർത്തനങ്ങളെ ഒന്ന് എൻഗേജ് ചെയ്യുന്ന തരത്തിലുള്ള ഗെയിമുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളെ എപ്പോഴും പുറത്തുപോയി കളിക്കുമെന്ന് നിർബന്ധിക്കുന്നതിന് പകരമായി അവരെ നാച്ചുറലായിട്ട് തന്നെ അവർക്ക് അതിനോട് ഇത്തരം ഗെയിമുകളുടെ ഇൻട്രസ്റ്റിലൂടെ അവർക്ക് ഒരു വ്യായാമം കിട്ടുമെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അത് ചില കുട്ടികളും ചില മുതിർന്നവർക്കും ഒക്കെ തോന്നുന്നുണ്ടാവും, ഇത് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ടാവും ഒരു വീഡിയോ ഗെയിം കളിക്കുന്നത് തന്നെ ഒരു വ്യായാമമായിട്ട് തോന്നണമെന്നില്ല. എന്നിരുന്നാലും വളരെ നിഷ്ക്രിയമായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുന്ന ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരാദ്യ പടി എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഇതിൽ താല്പര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് എൻഗേജ് ചെയ്യാൻ പറ്റുമെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റഡിയുമായിട്ട് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.